മൂന്ന് പതിറ്റാണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി പദം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് സ്വീകരണമൊരുക്കാൻ SNDP യോഗം ചേർത്തല യൂണിയൻ. ഏപ്രിൽ 11 മഹാസംഗമം നടക്കുക. പക്ഷേ ചേർത്തല കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച, ഏറ്റവും ഗംഭീരമായ, അത്യുജ്വലമായ ഒരു ജനസമുദ്രമാണ് ഈ 11 തീയതി നടക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ജോലികൾ പൂർണ്ണമായി എന്ന വിവരം ദൃശ്യമാധ്യമ പ്രവർത്തകരെ അറിയിക്കാനാണ് ഇന്ന് യോഗം. ഏതാണ്ട് നമ്മളെ ചെറിയ വിദ്യാർത്ഥി മുതൽ സാധാരണ കയർ തൊഴിലാളികൾ വരെയും പങ്കെടുപ്പിച്ചുണ്ടാക്കുന്ന വിവിധങ്ങളായ വൈവിധ്യമാർന്ന പരിപാടികളാണ് ചേർത്തല നാടും നഗരവും നടക്കുന്നത്. ഉദാഹരണത്തിന് ഏറ്റവും വലിയ സംഭവമാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് യുവജനങ്ങൾ, വനിതകൾ, കായിക, കലാ, സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ പേരെയാണ് ഇതിനകത്ത് ചടങ്ങ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളൂ. എൻ്റെ ഈ പ്രായത്തിൽ ഓർമ്മയില്ലാത്തൊരു കാര്യമാണ്. സകല മേഖലയിൽ സ്പർശിച്ചുകൊണ്ട് വോളിബോള്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോള് തുടങ്ങിയ സ്പോർട്സ് ഐറ്റങ്ങൾ, അത്ലറ്റ്സ്, അതുപോലെ തന്നെയാണ് പ്രസംഗ മത്സരം, ക്വിസ് മത്സരം ഒക്കെ നടക്കുന്നത്. തിരുവാതിര, മെഗാ തിരുവാതിര, കയർപിരി മത്സരം, ഇതോടൊക്കെ അനുബന്ധിച്ചൊരു ഉത്സവ ലഹരിയിലാണ് ചേർത്തലയിലെ നാടും നഗരവും 11 തീയതി. ഏവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യും. മൂന്ന് പതിറ്റാണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി പദം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് സ്വീകരണമൊരുക്കാൻ SNDP യോഗം ചേർത്തല യൂണിയൻ. ഏപ്രിൽ 11 വെള്ളിയാഴ്ച വൈകിട്ട് 4 ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് മഹാസംഗമം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. വകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ P. രാജീവ്, VN വാസവൻ, സജി ചെറിയാൻ, SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ എന്നിവർ പ്രസംഗിക്കും. മഹാസംഗമത്തിൻ്റെ ഭാഗമായി മെഗാ തിരുവാതിര, സോണൽ തല മത്സരങ്ങൾ, ശിങ്കാരിമേള മത്സരം എന്നിവ നടക്കും. ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ചേർത്ത് നിർത്തുവാനായിട്ടുള്ള ഒരു ഉത്സാഹവും ലഹരിയിലുമാണ് മുഴുവനാണ്. അതിനുവേണ്ടി ഓരോ കുടുംബ യൂണിറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സജ്ജീകരിച്ചു. ഓരോ കുടുംബ യൂണിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് വാഹനങ്ങൾ അറേഞ്ച് ചെയ്തത്. മുഴുവൻ ആൾക്കാർ, താഴെത്തട്ടിലുള്ള മുഴുവൻ ശാഖകളും, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റുകളും മുഴുവൻ ആൾക്കാരും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണ്. താഴെത്തട്ടിൽ ശാഖായോഗം തലത്തിലും അതുപോലെ തന്നെ കുടുംബ യൂണിറ്റ് തലത്തിലൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ അതുപോലെ വന്ധ്യവയോധികർക്ക് വരെയുള്ള മത്സരങ്ങൾ, ഓലമുടയൽ മത്സരം, ചകിരിപിരി മത്സരം, അതുപോലെ തന്നെ തേങ്ങാപൊതി മത്സരം അടക്കം വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളെ പോലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് എല്ലാ ശാഖായോഗങ്ങളിലും വളരെ ആവേശപൂർവ്വമാണ് ആളുകൾ പങ്കെടുത്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് സോണൽ അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. 9-ാം തീയതി അതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ യൂണിയൻ തലത്തിൽ ചേർത്തല നമ്മുടെ ബോയ്സ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ മുഴുവനും നമ്മൾ നടത്തിക്കഴിയുകയും അതോടൊപ്പം തന്നെ കുടുംബ യൂണിറ്റ് വരെയുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഞങ്ങളുടെ സംഘടനയുടെ ഒരു ശക്തമായ തിരിച്ചുവരവും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രവർത്തന ക്ഷമതയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ മഹാസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ എന്നത്തെയും ധീരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ കേരളത്തിലെ 5 മന്ത്രിമാരും MLA-മാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് ആദരവ് കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി ആദരിക്കുന്നു പറഞ്ഞാൽ കേരള ജനത, കേരള സമൂഹം SNDP യോഗത്തെ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ലൊരു പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 30 വർഷമായി 3 പതിറ്റാണ്ടായി SNDP യോഗത്തെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന SNDP യോഗത്തിൻ്റെ ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹിക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ SNDP യോഗം തന്നെയാണ്. ആ SNDP യോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പിന്നിൽ നിൽക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവാണ്. ഇതിനാദ്യം ഞങ്ങൾ സംഗമം എന്ന് പേരിട്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ആ സംഗമത്തിന് ഞങ്ങൾ മഹാസംഗമം എന്ന് പേരിടുകയുണ്ടായി. ഇന്ന് ഞങ്ങളുടെ ജനറൽ കൺവീനർ പറഞ്ഞതുപോലെ ഈ മഹാസംഗമം ഇന്നൊരു മഹാസംഭവമായി മാറിയിരിക്കുകയാണ്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ നിരവധി പരിപാടികൾ ഇതിനോട് മുന്നോടിയായി ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം.